PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ IPS തലപ്പത്ത് വൻ അഴിച്ചുപടി. മലപ്പുറം SP ശശിധരനെ സ്ഥലം മാറ്റി. R വിശ്വനാഥ് പുതിയ മലപ്പുറം SP. മലപ്പുറം ജില്ലയിലടക്കം 16 DYSPമാർക്കും സ്ഥലം മാറ്റമുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും മാറ്റി. R അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ MLA ഉന്നയിച്ചിരുന്നത് അവിടെയുള്ള മലപ്പുറം ജില്ലയിലെ പോലീസുകാർക്കെതിരെ. അതിലൊക്കെ ഇപ്പോൾ നടപടി വരികയാണ്. എങ്ങനെയാണ് ഈ അഴിച്ചുപണി? ആര്യ, PV അൻവർ MLAയുടെ ആരോപണ ബോംബിൽ മലപ്പുറം പോലീസിൽ വലിയ അഴിച്ചുപണിയാണ് സംഭവിച്ചിരിക്കുന്നത്. മലപ്പുറം SP S ശശിധരനെ അടക്കം സ്ഥലം മാറ്റിയിട്ടുണ്ട്. SP യെ കൂടാതെ 8 DYSPമാരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. മലപ്പുറം SP ശശിധരനെ കൊച്ചി വിജിലൻസിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. പകരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് AIG R വിശ്വനാഥിനെയാണ് മലപ്പുറം SP ആയി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ 2 സ്പെഷ്യൽ ബ്രാഞ്ച് DYSPമാരടക്കം 8 DYSPമാരെ മലപ്പുറത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിൽ താനൂർ DYSP, മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്ന താനൂർ DYSP VV ബെന്നി അടക്കമുള്ള DYSPമാരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ IPS തലപ്പത്തും വലിയ അഴിച്ചുപണി സർക്കാർ വരുത്തിയിരിക്കുന്നത്. CH നാഗരാജുവിനെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമിച്ചിട്ടുണ്ട്. നിലവിലുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണർ A അക്ബറിനെ സ്ഥലം മാറ്റി. അതിനൊപ്പം തന്നെ ദക്ഷിണ മേഖല IGI, സൗത്ത് സോൺ IGI S ശ്യാംസുന്ദർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെയാണ് നിയമിച്ചിരിക്കുന്നത്. പകരം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായി പുട്ട വിമലാദിത്യയും നിയമിച്ചിരിക്കുന്നു. അങ്ങനെ വിവിധ IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവും പുതിയ പോസ്റ്റിംഗും സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോഴും ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുകയാണ്. ആ സ്ഥാനത്തിന് ഒരു മാറ്റവും ഇപ്പോഴില്ല എന്നുള്ളതാണ് ഈ IPS തലപ്പത്തെ അഴിച്ചുപണി കൂടി കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും PV അൻവർ MLA ഉന്നയിച്ച ആരോപണത്തിൽ വലിയ അഴിച്ചുപണി മലപ്പുറം ജില്ലയിൽ നടത്തിയിരിക്കുന്നു. SP അടക്കം സ്ഥലം മാറ്റിക്കൊണ്ടാണ് മലപ്പുറത്ത് പോലീസിൽ അഴിച്ചുപണി നടത്തിയിരിക്കുന്നത്. വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട ADGP MR അജിത് കുമാർ ഇപ്പോഴും സ്ഥാനത്ത് തുടരുകയാണ്. അതേസമയം മലപ്പുറം പോലീസിനെ കേന്ദ്രീകരിച്ചും PV അൻവർ MLA ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ PV അൻവർ MLA ആർക്കൊക്കെ എതിരെയാണോ ആരോപണങ്ങൾ ഉന്നയിച്ചത് ആ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ IPS തലപ്പത്തും സ്ഥലം മാറ്റം, പുതിയ പോസ്റ്റിംഗ് ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങിയിരിക്കുന്നു. ആര്യ, നമ്മൾ അനന്തൻ അല്പസമയം മുൻപ് PV അൻവറിനോട് സംസാരിച്ചിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇത്രയധികം വിവാദങ്ങൾ ഒക്കെ വന്നതിന് ശേഷം ഇന്ന് മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണവും നമ്മൾ കേട്ടതാണ്. പക്ഷെ മുഖ്യമന്ത്രി പല വിഷയങ്ങൾ പറഞ്ഞപ്പോഴും ഈ ADGP RSS നേതാക്കൾ കൂടിക്കാഴ്ച അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇന്നാണ് ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നതിന് ശേഷം, ഈ വിവാദങ്ങൾ ഉയർന്നതിന് ശേഷം ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കാനെത്തുന്നത്. ആ പൊതുപരിപാടി CPMൻ്റെ തന്നെ പരിപാടിയായിരുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും വേദിയിലുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി RSSനെ CPM നേരിട്ട മുൻകാല ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തിയത്. പക്ഷേ ആ പ്രസംഗത്തിൽ എവിടെയും ADGP MR അജിത് കുമാർ RSS നേതാക്കളെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല. മറിച്ച് തലശ്ശേരി കലാപം അടക്കമുള്ള മുൻകാല ചരിത്രം, CPMൻ്റെ പ്രതിരോധ ചരിത്രം, RSSനെതിരായുള്ള പ്രതിരോധ ചരിത്രം ഉന്നയിച്ച് പ്രതിപക്ഷത്തെ കടന്ന് ആക്രമിക്കുന്ന ഒരു രീതിയാണ്. അതായത് RSSനെ എക്കാലത്തും ചെറുത്തിരുന്ന പ്രസ്ഥാനമാണ് CPM. അതേസമയം RSSൻ്റെ പരിപാടിയിൽ, പ്രത്യേകിച്ച് P പരമേശ്വരൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ VD സതീശൻ പങ്കെടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ, കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുകയും ചെയ്തത്. ഏതായാലും ആ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെയാണ്, ആ പ്രസംഗം കഴിഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് മലപ്പുറത്തടക്കമുള്ള പോലീസിലെ അഴിച്ചു. R അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.